ഹലോ, ഹായ് മുത്തുമണിസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെ പച്ചക്കറിയൊക്കെ നോക്കിയാണെങ്കിൽ എന്തൊരു ചൂടല്ലേ. നമ്മളെ തക്കാളിയൊക്കെ കരിഞ്ഞു പോയിന് കേട്ടോ. നമ്മൾ നനക്കലൊക്കെ ഉണ്ട്, ഡെയിലി 2 പ്രാവശ്യം നനച്ചിട്ടും ഈ നനവൊന്നും പോരാ. ഈ ഇലകളൊക്കെ കണ്ടില്ലേ കരിഞ്ഞു പോണത്. എന്തായാലും ചൂട്. ഇനിയിപ്പോൾ നമ്മളെ പച്ചക്കറികളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് തന്നെ കണ്ടറിയേണ്ടി വരും കേട്ടോ. ഇതുപോലൊക്കെ നിങ്ങളതൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാട്ടോ. നിങ്ങളെ പച്ചക്കറികളും ചെടികളൊക്കെ നട്ട് പിടിപ്പിച്ചവരൊക്കെ ഉള്ളതൊക്കെ ഒന്നുണ്ടെങ്കിൽ പറയട്ടോ. നമ്മളത് കണ്ടില്ലേ ഇതുപോലെ ആയിന്നിട്ട് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. 2 നേരം നനയ്ക്കേണ്ട, നനവിൻ്റെ പുറമെ പിന്നെ നമ്മൾ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് അങ്ങനെയും കൊടുക്കും. എന്നിട്ടും നമ്മളെ ചൂടിൻ്റെ ശക്തിയാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ടെറസിൻ്റെ മുകളിലാണല്ലോ ഒന്നാമത് വെച്ചത്, അതോട് ആയിരിക്കും കേട്ടോ. ടെറസിലേക്കൊക്കെ വേഗം മരങ്ങളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ചൂട് വേഗം ഇതിലേക്ക് തട്ടിയിട്ട് ഇലകളൊക്കെ കരിഞ്ഞു പോയി. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം കേട്ടോ. ചെടിയൊക്കെ നമ്മൾ നട്ട് പിടിപ്പിച്ച് ചൂടുകൊണ്ട് ഇതൊക്കെ നശിച്ചു പോവാം. എന്നാലും നമുക്ക് അതുപോലെ നല്ലോണം നനവ് കൊടുക്കണം കേട്ടോ. എത്ര നനച്ചിട്ടും ഇതൊക്കെ കണ്ടില്ലേ ഇതുപോലെ തന്നെ കരിഞ്ഞു പോയിന്. എന്നാലും ഞാനൊന്നിപ്പോൾ ഒന്നുകൂടി നനച്ച് കൊടുക്കട്ടെ. അത് വൈകുന്നേരം ഒരു ടൈം ആട്ടോ നമ്മൾ നനയ്ക്കുന്നത്. രാവിലെ വെള്ളം വരുന്ന സമയത്തൊന്ന് നനക്കും, പിന്നെ വൈകുന്നേരം ഇതുപോലൊക്കെ നനച്ച് കൊടുക്കട്ടോ. നമ്മൾ നനച്ചില്ലെങ്കിൽ ഇറ്റകളൊക്കെ എന്ത് വിചാരിക്കൂലേ, എവിടെ പോയി എന്തായി എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്നും രാവിലെയും വൈകുന്നേരം ഒക്കെ കുറേശ്ശെങ്കിലുമൊക്കെ ഒന്ന് വെള്ളമില്ല എന്നാലും നമ്മളുള്ള വെള്ളം കൊണ്ട് നമ്മളിങ്ങനെ നനച്ച് കൊടുക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളെ ആയിട്ടുള്ള ബാബുകൂടി നമുക്ക് കിട്ടുമല്ലോ. നമുക്ക് തന്നെ അറിയാലോ നമ്മൾക്കുള്ള ദാഹം ഇപ്പം എത്രയാണെന്നുള്ളത്. എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് പിന്നെയും ദാഹിക്കട്ടെ. അപ്പം ഞാനിങ്ങനെ പാട്ടിനോട് ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എനിക്ക് എന്താണോ ഉഷാറായിട്ട് വന്നതാണ്. നമ്മൾ ഓരോന്നും ഇങ്ങനെ കരിഞ്ഞ് പോണത് കൊണ്ട്. ചൂടാണല്ലോ അമ്മാതിരി ചൂട്. നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് ചൂട്? പിന്നെ ഞാൻ ഒക്കെ നനച്ചിട്ടും അതിൻ്റെ പുറമെ ഇതുപോലെ ഇലകളിലൊക്കെ ഞാൻ നനച്ച് കൊടുക്കാം കേട്ടോ. ഒരാശ്വാസം കിട്ടട്ടെ വിചാരിച്ചിട്ട്. നമ്മൾ തന്നെ ഇപ്പോൾ എത്ര പ്രാവശ്യം അല്ലേ മേലേക്കല്? 2-3 പ്രാവശ്യം തന്നെ നമുക്കൊന്ന് മേലേക്കും. ചൂടിൻ്റെ ഒരു ശക്തി കൊണ്ട് ഇവിടെ പ്രത്യേക ഒരു ഭയങ്കര ചൂടാട്ടോ. വീടിൻ്റെ ഉള്ളിലേക്കാണ് ചൂട്. പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. പുറത്തൊക്കെ ഉള്ളിലിങ്ങോട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറാൻ കഴിയില്ല. ചൂടുകൊണ്ട് ഭയങ്കര ചൂടാണ്. പിന്നെ പച്ചക്കറിയൊക്കെ അങ്ങനെ ഉഷാറായിട്ട് വരുന്നുണ്ട്. കുറേ കരിഞ്ഞ് പോകണുണ്ട്. എന്നാലും നമുക്ക് അതിറ്റുകളൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. എന്നാലും നമ്മൾ തോറ്റെടുക്കരുത്. നമ്മൾ ഓരോന്നോരോന്ന് നട്ട് പിടിപ്പിക്കുക തന്നെ ചെയ്യുക വേണം കേട്ടോ. നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് അതിറ്റേക്കും സംരക്ഷണം കൊടുത്താട്ടെ ഉഷാറാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമുക്കൊക്കെ റാഹത്താണ്. നമുക്ക് എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇനി ഒന്ന് ഇതുപോലെ തന്നെ ചൂട് ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും അവസ്ഥ ഭയങ്കര തന്നെ ആയിരിക്കും കേട്ടോ. വെള്ളത്തിനൊക്കെ ഒരുപാട് ക്ഷാമമുള്ള എത്രയോ ഏരിയകളുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ ഒന്നരാടെ ഇങ്ങനെ വെള്ളം അടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് അറിയണില്ല. വെള്ളം വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും. പിന്നെ നമ്മൾ നല്ലോണം കരുതുക, വെള്ളത്തിനോടൊക്കെ നല്ലോണം കരുതുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കുക. വെറുതെ ഇങ്ങനെ വെള്ളം വേസ്റ്റാക്കി ഒന്നും ആരും ഇപ്പം വേസ്റ്റാക്കി കളയാൻ വെള്ളമില്ല കേട്ടോ ആർക്കും. നല്ലോണം നമ്മൾ എന്തിൻ്റെ വെള്ളമാണെങ്കിൽ നമ്മൾ ഒഴിവാക്കണം. അലക്കണ വെള്ളമൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ നമ്മളെ കൃഷി ചെടികൾക്ക് ഒക്കെ നനച്ച് കൊടുക്കട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. ഓരോ ബക്കറ്റിലേക്ക് എടുത്ത് വെക്കും. പിന്നെ ഇതാ വഴുതനമരൊക്കെ കായ ഉണ്ടായിരുന്നു കേട്ടോ. നനച്ചെടുത്തപ്പോൾ എന്ത് ഉഷാറില്ലേ. നനവ് ഇങ്ങനെ കിട്ടുമ്പോണ്ടല്ലോ അതിറ്റൊക്കെ തന്നെ ഒരു പ്രത്യേക ഒരു ഉഷാറാണല്ലോ. നമ്മളെ തക്കാളി ഇതാ പഴുത്ത് കിടക്കുന്നുണ്ട്. അത് തൊട്ടപ്പോത്തിനും തന്നെ അങ്ങോട്ട് പോകുന്നു കേട്ടോ. പിന്നെ പോലെ പച്ചമുളകൊക്കെ ചൂടുകൊണ്ടായിരിക്കും ഒരു ഉഷാറില്ലാത്തത്. എന്നാലും ഉള്ളതൊക്കെ നമുക്ക് പറിച്ചിങ്ങോട്ട് ഉഷാറാക്കി എടുക്കണം. ഇനിയും നടണം തന്നെയാണ് ഉള്ളത് കേട്ടോ. ഒന്നിനി മഴ പെയ്തിട്ട് നമുക്ക് പുതിയതായിട്ട് നടണം. അതുവരെ ഇതിറ്റൊക്കെ ഇങ്ങനെ നനവൊക്കെ കൊടുത്തിട്ട് ഇനി ഇതിമ്മന്ന് തന്നെ നമുക്ക് ഈ വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു. അതുമ്മന്ന് നമുക്ക് എന്ത് ചെയ്യണം, വെണ്ട ഇനി വിത്തിനേക്കുള്ള മടി മാറ്റിയെടുത്ത് വെക്കണം. അപ്പോൾ ഇതാ മോൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടോ. നമ്മൾ ടെറസിൻ്റെ മുകളിലാണല്ലോ, ഓന് കളിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഉച്ച ടൈമിനൊന്നും ആരും പുറത്തിറങ്ങാതെ നിൽക്കുക. ഞാൻ വൈകുന്നേരമായിട്ട് ഓനൊന്ന് പറഞ്ഞു, വൈകുന്നേരം സമയത്തൊന്ന് എനിക്ക് ചങ്ങായിമാരുടെ അടുത്തൊക്കെ ഒന്ന് പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓൻ പോവാം കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ കോഴി ഇവിടെ അടയിരിക്കുന്നുണ്ടേ. ഓക്കെ, ബായ്.